തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. വെള്ളാപ്പള്ളി എന്ന ഒരേയൊരു പ്രതീക്ഷയിൽ ബി.ജെ.പിയും അവരെ വെട്ടിനിരത്താൻ CPIM-ഉം രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ കോൺഗ്രസുകാർ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ആലോചനകളിലാണ്. ഇത് മറ്റെന്തെങ്കിലും ആലോചിച്ച് പാഴാക്കേണ്ട സമയം അല്ല എന്നാണ് ആര്യാടൻ മുഹമ്മദിന്റെ നിലപാട്. ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് നോക്കാം. ഗ്രൂപ്പ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ പരമാവധി അത് കുറക്കാൻ ശ്രമിക്കുന്നു. നിവൃത്തിയില്ലാതെ വന്നാൽ അങ്ങനത്തെ ഒരു ഘട്ടം എത്തുകയാണെങ്കിൽ ഞാനും ഗ്രൂപ്പ് തന്നെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് കഴിയുമെങ്കിൽ ഏറ്റവും നന്ദി, ഇല്ലെങ്കിൽ ഗ്രാജുവലായിട്ടെങ്കിലും കഴിയണം. അങ്ങനെ വന്നാലേ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ നല്ല സ്ഥാനാർത്ഥികളെ വേണമല്ലോ. അതിനിപ്പോൾ എന്താ ചെയ്യുക? സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ എല്ലാ വിഭാഗം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ വിഭാഗമല്ല, സമൂഹത്തിലെ പല വിഭാഗങ്ങളുമുണ്ട്. എല്ലാം പച്ചക്കാണ് പറഞ്ഞാൽ അത് ഞാൻ സാമൂഹ്യ സന്തുലിതാവസ്ഥ എന്ന KPCC, അതാണ് എൻ്റെ മനസ്സ്. അത് തന്നെയാണ്. പാർട്ടി സ്ഥാനാർത്ഥികളെ അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ ചിലയിടത്ത് സ്വതന്ത്രന്മാരെ നിർത്തേണ്ടി വരും. അക്കാര്യത്തിലും സന്തുലിതാവസ്ഥ നോക്കണ്ടേ? പിന്നൊരു കാര്യം, ഈ KPCC പ്രസിഡന്റ് ഈ സ്വതന്ത്രന്മാരെ ഒഴിവാക്കിയല്ലേ നല്ലത്. മനസ്സിലായോ? അത് മാത്രം അങ്ങനത്തെ സ്വാതന്ത്ര്യം പരമാവധി സ്വാതന്ത്ര്യം ഒഴിവാക്കണം. കാരണം അവന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എവിടെ പോകാനോ. പരമാവധി അത് ഒഴിവാക്കാൻ നോക്കുക. പാവം സ്വതന്ത്രന്മാർ ഇനി മറ്റു പാർട്ടിക്കാരുടെ പിന്നാലെ പോകേണ്ടി വരുമല്ലോ. ആര്യാടനെ പോലുള്ളവർ ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ കോൺഗ്രസിലെ ചെറുപ്പക്കാരും സ്വതന്ത്രന്മാരുടെ വഴിയെ പോയി കളയും. ചെറുപ്പക്കാർക്ക് ആവശ്യത്തിന് പരിഗണന കൊടുക്കണേ. കുറച്ച് ചെറുപ്പക്കാരുണ്ടാവും. അതിന് യാതൊരു മുതിർന്നവര് കൈ അടിച്ചിട്ടില്ല കേട്ടോ. ചെറുപ്പക്കാരന്മാർ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യമല്ല. അത് രാജീവ് ഗാന്ധി തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ഉണ്ട് എന്ന് മാത്രമല്ല, അവരെ സ്ഥാനാർത്ഥി നിർണയിക്കുന്ന സന്ദർഭത്തിൽ ആ സർക്കുലറിൽ ഞാൻ കണ്ടത് അവർ മഹിളാ സംഘടനകളുമായുള്ള ഒരു ചർച്ച കൂടി. ചെറുപ്പക്കാർക്ക് അവസരം കിട്ടണമെങ്കിൽ പ്രായമായവർ ഒഴിഞ്ഞു കൊടുക്കണം. ആര്യാടനെ പോലുള്ളവർ ചെറുപ്പവും ഭാവിച്ചിങ്ങനെ നിൽക്കുമ്പോൾ യഥാർത്ഥ ചെറുപ്പക്കാർ എന്തു ചെയ്യും? കുറെ പ്രായമായ ആളുകൾ പരമാവധി അവർ സ്വയം മാറാൻ ശ്രമിക്കുന്നതെന്നല്ല, അത് അവരുടെ ദീർഘായുസിനും വളരെയധികം. കുറച്ച് പ്രായമില്ല ആളുകൾ, കുറച്ചധികം അത് വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് അവരിപ്പോ കുഴമ്പൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യേണ്ട സമയം. അതിനുള്ളൊരവസരം അതുകൊണ്ട് മാറ്റണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിന് പോകാൻ പാടില്ല. അവർ സ്വയം കുറെ മാറുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ പക്ഷം. കുറച്ച് ചെറുപ്പക്കാർക്കും പുതു രക്തം വരണം. അതല്ലെങ്കിൽ ഈ പാർട്ടി നിലനിൽക്കില്ലല്ലോ. കുറെ പുതുരക്തം വരണം. അതേ അവസരത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് ഇല്ല ആളുകളും വേണം. ഇങ്ങനെ എല്ലാ യോഗ്യതയും അർഹതയുമുള്ള നിരവധി പേർ നാട്ടിലുണ്ട്. അത് വലിയ കുഴപ്പമുണ്ടാക്കും. ആഗ്രഹമുള്ള എല്ലാവർക്കും സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ? എല്ലാവർക്കും ഒന്നും സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ലല്ലോ. ഒരു വാർഡിൽ എത്ര ആളുണ്ടാവും? ഇപ്പൊ ഇവിടെ ഈ ജില്ലയില് ഇപ്പൊ നമുക്ക് 2 MLA-മാരാ. ഒരാൾ പോയി, അനില്, ഞാനും. ഞങ്ങളെക്കാൾ കഴിവില്ല ആളിവിടെ ഇല്ലാഞ്ഞിട്ടാ. ഇത് ഒരാൾക്കെല്ലാം നിലമ്പൂർ പറ്റും, അതുകൊണ്ട് ഞാനായി. അത്രയല്ലേ ഉള്ളൂ. നിലമ്പൂർ തന്നെ എന്നെക്കാൾ കഴിവില്ല ആളുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ലട്ടോ. പക്ഷെ ഉണ്ട്. പക്ഷെ ഒരാൾക്ക് ആവാൻ പറ്റും, അതുകൊണ്ട് ഒരാളായി ഞാൻ. സ്ഥാനാർത്ഥികളുടെ കാര്യം അങ്ങനെ. എല്ലാം തയ്യാറായാൽ ഇവരെ വിജയിപ്പിക്കാൻ പണം വേണ്ടേ? അത് ആര് തരും? സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിഭവം കൂടി നിങ്ങൾ തന്നെ അത് സമാഹരിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. മറന്നുപോയ ബുദ്ധിമുട്ടായി. കാരണം ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം AICC ട്രഷറർ മോട്ടിലാൽ ബോറ ഒരു കത്തയച്ചിരുന്നു. അതിൽ പറയുന്നത് എല്ലാ ജില്ലകളിലും മൊമ്മഞ്ചിയോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ KPCC എക്സിക്യൂട്ടീവിലും ചർച്ച വന്നിരുന്നു.
എല്ലാ DCC പ്രസിഡന്റുമാരോടും പറയാൻ പറഞ്ഞിരിക്കുന്നത് AICCക്ക് കൃത്യമായൊരു ചെറിയ തുകയാണെങ്കിലും അവനാൽ സാധിക്കുന്ന തുക മാസം തോറും എത്തിക്കുന്നതിനുള്ളൊരു പട്ടിക തയ്യാറാക്കി അവർ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സന്തോഷമുണ്ട്, ആര്യാടനൊക്കെ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം കൃത്യമായി ആദ്യമായി APCCയെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേതാക്കന്മാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ AICC തന്നെ പ്രവർത്തന ഫണ്ട് മുന്നിൽ കാണുന്നതിന് നിങ്ങളെയൊക്കെയാണ് നമ്മളെയൊക്കെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് ശരിയായി മനസ്സിൽ വെക്കണം. കേന്ദ്രത്തിൽ ഭരണമുണ്ടായിരുന്ന കാലത്ത് ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഇതിപ്പോൾ പാർട്ടിക്കാർ പിരിവെടുത്ത് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ മാത്രം പോരാ, സോണിയാമ്മയ്ക്കും കൂട്ടർക്കും വേണ്ട ചെലവിനുള്ള വക കൂടി കണ്ടെത്തി അയച്ചു കൊടുക്കണം എന്നായിരിക്കുന്നു. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് VS-നെ കുറിച്ച് മഞ്ജു വാര്യർ. രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറിന്റെ ഒരു തളരാത്ത പോരാട്ട വീര്യം എന്നുള്ള ഒരു കാര്യം എന്റെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ എന്ന പോലെ എന്റെ ജീവിതത്തിലും പല ഘട്ടങ്ങളിലും ഒരുപാട് ഊർജ്ജം പകർന്ന് നൽകിയിട്ടുണ്ട്.